ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാർലിക് പറാത്തയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണ് കേട്ടോ. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ഗോതമ്പ് പൊടി കുറച്ച് വൈറ്റ് ആയിട്ടൊക്കെ തോന്നും. അപ്പോൾ അത് ക്യാമറൻ്റെ ഒരു ഇതാണ് കേട്ടോ. സാധാരണ ഗോതമ്പ് പൊടി തന്നെയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവ് മാവിലേക്ക് ഇത്രയും മതി വെളുത്തുള്ളി കേട്ടോ. കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഓവറായിട്ട് നിൽക്കും. പാകത്തിനാവുമ്പോഴാണ് നമുക്ക് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. മല്ലിയില നിങ്ങൾക്ക് കൂടുതലോ കുറച്ചിട്ടൊക്കെ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് മാവൊന്ന് കലക്കിയെടുക്കുകയാണ്. നമ്മൾ പൊടി അളന്നെടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് വെള്ളമാണ് നമുക്കിത് കലക്കിയെടുക്കാൻ ആവശ്യമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെ അളവ് ഞാനൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു 2 ഗ്ലാസ് വെള്ളം തന്നെ കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഇങ്ങനെ കലക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് അടിക്കരുത് കേട്ടോ. അപ്പം ആ മല്ലിയിലൊക്കെ ഒന്നായിട്ട് പേസ്റ്റായി പോവും. അപ്പോൾ അതിനേക്കാളും നല്ലത് കുറച്ച് മല്ലിയില ഇതുപോലെ തന്നെ കിടക്കണം കേട്ടോ. എന്നാലേ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി എടുത്താൽ മതി. അപ്പോൾ നമുക്ക് കട്ടിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല പോലെ തന്നെ മാവ് റെഡിയായി കിട്ടും. അപ്പോൾ മുഴുവൻ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കലക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കറക്റ്റായിട്ട് തന്നെ നമുക്കിതിലേക്ക് നല്ല പാകമാണ് കേട്ടോ. വെള്ളം കൂടുതലോ കുറവോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല പോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട് കേട്ടോ. ബട്ടർ തന്നെ ചേർക്കുക. നമ്മൾ ഗാർലിക് ബ്രെഡൊക്കെ ചെയ്യുന്ന സമയത്ത് അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. നെയ്യ് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ തന്നെ നിങ്ങൾ ചേർക്കുക കേട്ടോ. ബട്ടർ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കലക്കിയ പാടന്നെ നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ രാവിലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കാര്യമായിട്ട് നമുക്ക് മാവ് കുഴക്കുകയോ പരത്തിയോ ഒന്നും ചെയ്യണ്ട. ഇനി നമുക്കൊരു പാനോ തവയോ വെച്ചിട്ട് നമുക്കിതുപോലെ കുറേശ്ശെ മാവൊന്ന് കോരി ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. സാധാരണ നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം റെഡി ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം നല്ല പോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേശ്ശെ ബട്ടറൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ ടേസ്റ്റി ആക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബട്ടർ ചേർത്തുകൊണ്ട് തന്നെ ബട്ടർ ചേർക്കേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബട്ടറിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും ഇതിനുണ്ടാവും. ഇനി കൂടുതൽ ബട്ടറൊക്കെ ചേർത്തിട്ട് ഒന്നും കൂടെ നല്ല പോലെയൊക്കെ മൊരിയിച്ചെടുക്കണം എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ചുട്ടെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബട്ടറൊക്കെ ഇട്ടുകൊടുക്കാം. അപ്പോൾ 2 ഭാഗം നല്ല പോലെ പ്രസ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വേവാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടകം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു പൊങ്ങി വരുന്ന ആ ഒരു സമയം തന്നെ ചട്ടിയിൽ നിന്ന് കോരി മാറ്റണ്ട. കുറച്ചും കൂടെ സമയം വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൊരിഞ്ഞ നല്ല ഗാർലിക് പറാത്ത നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ പൊങ്ങി വരുന്ന സമയത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ആ ഒരു മൊരിഞ്ഞ ഇതാണ് കഴിക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് ബട്ടറൊന്നും ഇട്ടിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബട്ടറൊക്കെ ഒന്നും കൂടെ ഇട്ടിട്ട് നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചിലർ ചേർക്കുമ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഉണ്ടാവുമെന്നില്ല കേട്ടോ. ബട്ടറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കില്ല. മല്ലിയിലൻ്റെയും ബട്ടറിൻ്റെയും എല്ലാം കൂടെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചീസിൻ്റെ കൂടെ കഴിക്കാം. ഇനി കറികളുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെയാണോ ഏത് കറിയുടെ കൂടെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ചീസിൻ്റെ കൂടെ ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്തിട്ടൊക്കെ. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.